പ്രസിദ്ധവും പൗരാണികവുമായ തിരുമലമ്മൽ കളരിക്കൽ തറവാട്ടിലെ ജ്യോതിഷ പണ്ഡിതനായ ശ്രീ വേലുക്കുട്ടി പണിക്കരുടെ മകൻ ശ്രീ ഭാസ്കര പണിക്കരുടെ മകനായി മുരളീധരൻ പണിക്കർ ഭൂജാതനായി. ചെറുപ്പത്തിലെ കലകളിലും കായിക വിനോദങ്ങളിലും മുരളീധരൻ പണിക്കർ മുന്നിൽ തന്നെയായിരുന്നു. ജ്യോതിഷത്തിൽ തന്റെ പേരും പ്രശസ്തിയും ഉയർത്തുവാൻ മുരളീധരൻ പണിക്കർക്ക് സാധിച്ചു. അതിനൊപ്പം കവിതാരചന, നാടകരചന, നോവൽ രചന എന്നീ മേഖലകളിൽ അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. വെളിച്ചപ്പാതയിലെ സ്വപ്നലോകം, കൃഷ്ണസഖി, ഒരു യാത്രയുടെ അന്ത്യം, നെഞ്ചിലെ മൗനം, കാവൽ നക്ഷത്രം, തളിർക്കാതെ പോയ കിനാക്കൾ, ബേപ്പൂർ തമ്പി, സീതാപതി, മൺതോണി, ആകാശച്ചിറകുകൾ, ഏറനാടിന്റെ കറുത്ത സൂര്യൻ, അകലെയാണ് മിയ, മനസ്സറിയാതെ, മിഴിനീരിൽ നനഞ്ഞ വസന്തം, പുലർകാലം ചുവന്നപ്പോൾ, മഞ്ചരിയുടെ ആൺജീവിതം, ഗരുഡ പഞ്ചമി, വേനലിൽ പാതിമറഞ്ഞ സൂര്യൻ, പ്രാണ, ഭ്രമണം, കരാളിക, അഗ്നിനക്ഷത്രം, സൂര്യപുത്രിയുടെ ഓർമ്മയ്ക്ക്, മെമ്മറി കാർഡ്, പാട്ട് വന്ന് വിളിച്ചപ്പോൾ, നക്ഷത്രഗന്ധി പൂത്തപ്പോൾ, ഉറങ്ങാത്ത മുറിവുകൾ, കടലാഴം, പഞ്ചദുർഗ, ചിലങ്ക, മതിലകം, തപസ്യന്റെ ശാപജീവിതം, ശിലയുടെ നിഴൽ രൂപം, മഞ്ഞിൽ പെയ്ത പൂക്കൾ, 1921 മലബാർ കലാപത്തിന്റെ ഇരുട്ടിന്റെ ഓർമ്മകൾ, തൂവൽ പൊഴിയും, അഗ്നിയെ സ്നേഹിച്ച ശലഭം, രാവണന്റെ നന്മകൾ, അനാമിക, ഓർമ്മയിലെ ഓളങ്ങൾ, മായച്ചാത്തൻ, ഉറങ്ങാത്ത കണ്ണുകൾ, ജീവൻ, ചുരുളഴിയാതെ, ബ്ലാക്ക് മാസ്ക്, സിദ്ധാർത്ഥൻ, ദുഃഖശില, കറുത്ത ചങ്ങല, യക്ഷി, ആര്യ എന്നീ നോവലുകളും മെറ്റാമോർഫോസിസ് എന്ന ഇംഗ്ലീഷ് നോവലും ബേപ്പൂർ മുരളീധരൻ പണിക്കർ രചിച്ചതാണ്. പാഥേയം, അഴിനില എന്നീ കവിതാ സമാഹാരങ്ങളും മുഹബത്ത് എന്ന നാടകവും ബേപ്പൂർ മുരളീധരൻ പണിക്കരുടെ രചനാവൈഭവം വിളിച്ചോതുന്നവയാണ്. ജ്യോതിഷ സംബന്ധിയായ രചനകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ജ്യോതിഷപ്രഭ, സാരാവലി 1, 2, 3, 4, 5 ഭാഗങ്ങൾ, പ്രശ്നമാർഗം 1, 2 ഭാഗങ്ങൾ, അമൃതയുടെ പാഴ്ജീവിതം, നരബലി, ഭരണം, രാജ്യസ്നേഹം ഇല്ലാത്തവർ തുടങ്ങിയ കഥകളും, മതങ്ങളെ സാക്ഷി, ചുംബന സമരം, സ്നേഹതീരം, കാമധേനു, ഗ്രാമം, എന്റെ സ്വപ്നം, വിധി, സ്വപ്നം, വിലാപം, ചിന്ത, ദുഃഖതീരം, താണ്ഡവം, മാനസം, ദീനം, മേഘാന്തം, ദുഃഖമലരുകൾ, മുകുളം, ജലരേഖ തുടങ്ങിയ കവിതകളും ഹരിഹരനാഥം എന്ന പേരിൽ 10 ഭക്തിഗാനങ്ങളും ബേപ്പൂർ മുരളീധരൻ പണിക്കരുടെ തൂലികയിൽ നിന്നും പിറവിയെടുത്ത ഉത്കൃഷ്ട സൃഷ്ടികളാണ്. ബേപ്പൂർ മുരളീധരൻ പണിക്കരുടെ രചനാവൈഭവത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. 2022 വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യ അവാർഡ്, 2023 ഉറൂബ് സാഹിത്യ അവാർഡ്, 2022 AT ഉമർ സാഹിത്യ അവാർഡ്, 2022 പ്രേംനസീർ സാഹിത്യ അവാർഡ്, 2023 KP ഉമ്മർ സാഹിത്യ അവാർഡ്, 2023 KS ചിത്ര @60 സാഹിത്യ അവാർഡ്, 2023 കലാകൈരളി സാഹിത്യ പുരസ്കാരം, 2020 അമേരിക്ക ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ പീസ് കൗൺസിലിന്റെ സാഹിത്യ പാരമൗണ്ട് മിലിറ്ററി അവാർഡ്, 2019 പ്രവാസലോകം നോബൽ പുരസ്കാരം, 2016 ബേപ്പൂർ സാഹിത്യ അവാർഡ്, 2015 പരീക്ഷത്തിന്റെ സാഹിത്യ പരാശര അവാർഡ്, 2014 കർമ്മകീർത്തി അവാർഡ്, 2013 ഭാസ്കരീയം അവാർഡ്, 2012 ആര്യഭട്ടീയ അവാർഡ്, 2011 ലഘുതമുനി സാഹിത്യ അവാർഡ്, 2009 ബേപ്പൂർ പൗരാവലിയുടെ പുരസ്കാരം, 2024 അക്ഷരം ബഹുമുഖ പ്രതിഭാ പുരസ്കാരവും ബേപ്പൂർ മുരളീധരൻ പണിക്കരുടെ പ്രതിഭയെ മാറ്റിക്കൂട്ടുന്നു. ബേപ്പൂർ BC റോഡിൽ അപർണ നിവാസിലാണ് ബേപ്പൂർ മുരളീധരൻ പണിക്കർ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാഹിത്യരചനകൾക്ക് പിന്തുണയായി ഭാര്യ ഷീനയും മക്കളായ അഖിലയും അപർണയും അഖിലുമുണ്ട്. തന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു പ്രമേയം തന്റെ 100ാമത് പുസ്തകത്തിനായി ശ്രീ മുരളീധരൻ പണിക്കർ തിരഞ്ഞെടുത്തു. അതെ, അദ്ദേഹത്തിന്റെ 100ാമത് പുസ്തകം ചരിത്രത്തിന്റെ ഭാഗമായി മാറാവുന്ന ബേപ്പൂരിന്റെ ഇതിഹാസം, ഉരുവും കലാസികളും ചരിത്ര നോവൽ ഇന്ന് ഈ ധന്യമുഹൂർത്തത്തിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അഭിനന്ദനങ്ങൾ, ആശംസകൾ ശ്രീ ബേപ്പൂർ മുരളീധരൻ പണിക്കർ. ഇനിയും 100 രചനകൾക്കായി അങ്ങയുടെ തൂലിക ചലിക്കട്ടെ.